വിചിത്രമായ പുതിയൊരു നിർദ്ദേശം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ. വീണ്ടും ഇനി മുതൽ എല്ലാ സ്മാർട്ട് ഫോണിന്റെയും സോഴ്സ് കോഡ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലാബുകൾക്ക് കൊടുക്കാനും അവിടെ ടെസ്റ്റ് ചെയ്യാനുമാണ് പുതിയ സെക്യൂരിറ്റി റെഗുലേഷൻ പ്രകാരം കേന്ദ്ര സർക്കാർ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് റോയിറ്റേഴ്സ് ഇന്നലെ പുറത്തുവിട്ട ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുറച്ച് ദിവസം മുമ്പ് വരെ ഇതുപോലുള്ള വിചിത്രമായ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചതും ആപ്പിളും സാംസങ് ഒക്കെ എതിർത്തതുമാണ്. സഞ്ചാർ സാഥി ആപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവ. ഒരു ഫോണിന്റെ സോഴ്സ് കോഡ് എന്ന് വെച്ചാൽ ഒരു മൊബൈൽ കൃത്യമായി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു സെറ്റ് ബൈ സെറ്റ് ഇൻസ്ട്രക്ഷൻ മാനുവൽ ആണ് ശരിക്കും പറഞ്ഞാൽ. സെക്യൂരിറ്റി ആയാലും പ്രൈവസി ആയാലും എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് സോഴ്സ് കോഡിനകത്ത് ഉണ്ടാവുക. പക്ഷേ കേന്ദ്ര IT മന്ത്രാലയം ഈ ഒരു ആവശ്യം ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് തള്ളിപ്പറഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ കേന്ദ്ര IT മന്ത്രാലയം ഇതിനു മുമ്പ് ഇതുപോലുള്ള വിചിത്രവാദങ്ങൾ നടത്തിയിട്ടുണ്ടും അത് പിൻവലിച്ചിട്ടുള്ളത് കൊണ്ടും നമുക്ക് മൊത്തത്തിൽ അത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അമേരിക്കയും ചൈനയും പോലെ ഇതിനു മുമ്പ് ആപ്പിളിനോട് സോഴ്സ് കോഡ് ആവശ്യപ്പെട്ടതും പക്ഷെ അവർ കൊടുക്കാതിരുന്നതും ഇതിനു മുമ്പ് വാർത്തയായതാണ്. സോഴ്സ് കോഡ് മാത്രമല്ല, ആ മൊബൈലിനകത്ത് ഏതൊക്കെ ആപ്പ് എന്തൊക്കെ ആരൊക്കെ ലോഗിൻ ചെയ്തു എപ്പോഴൊക്കെ ലോഗിൻ ചെയ്തു എന്നുള്ളത് ഒരു വർഷത്തിന് ശേഷം എപ്പോൾ ചോദിച്ചാലും കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കണമെന്ന് കൂടിയുള്ളതായിരുന്നു ഈ ഇൻസ്ട്രക്ഷന്റെ വേറൊരു പതിപ്പ്.